ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JS ക്രിയേഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുർത്തി സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. ഇതുപോലെ വളരെ യൂസ്ഫുള്ളായ വീഡിയോ കാണുന്നതിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ലീവിൻ്റെ കട്ടിങ്ങിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലീവ് കട്ടിങ്ങിൻ്റെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കിവിടെ വേണ്ട സ്ലീവിൻ്റെ റെഡി അളവായ ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പും ഷോൾഡറിൽ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡറിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മടക്കി അടിക്കാനും 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപക്ഷെ ലൈനിങ്ങിൻ്റെ സ്ലീവ് ആണെങ്കിൽ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ 2 തയ്യൽ തുമ്പും താഴെയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ തയ്യൽ തുമ്പുകൾ തമ്മിൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും മടക്കി അടിക്കാനുള്ള 1/4 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ സെൻറ്ററിലുള്ളത് നമ്മുടെ സ്ലീവിൻ്റെ റെഡി അളവ് 10 ഇഞ്ചാണ്. ഇനി ആം ഹോളിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നതിനായിട്ട് ചെസ്റ്റ് അളവ് 28-ന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ നമ്മൾ 3 ഇഞ്ചാണ് ഇവിടെ മൈനസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ചെസ്റ്റ് അളവ് 28 ഇഞ്ചിന് കുറഞ്ഞവർക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു 40 ഇഞ്ച് ചെസ്റ്റ് അളവിന് കൂടുതലുള്ളവർക്കോ നമ്മൾ ഇതുപോലെ -3 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായ അളവെന്നത് ചെസ്റ്റ് അളവാണ്. നമ്മൾ ഏത് ചെസ്റ്റ് അളവിനാണോ ചെയ്യാൻ പോകുന്നത് ആ ചെസ്റ്റിൻ്റെ അളവ് ബൈ 10 എന്നുള്ളതാണ് നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ്. ഇവിടെ നമുക്ക് ചെസ്റ്റ് അളവ് 35 അപ്പോൾ 35/10 എന്നുള്ളത് 3.5 ആണ് നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരുന്നത്. ഒരുപക്ഷെ അവിടെ 33 ആണെങ്കിലോ 33/10, 28 ആണെങ്കിൽ 28/10 എന്നാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആം ഹോളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പോൾ ആം ഹോളിൻ്റെ ഷേപ്പിനായിട്ട് 3.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ മാർക്ക് ഞാൻ മുകളിലും ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ 2 പോയിൻറ്റും കൂടെ നമുക്കൊരു ലൈൻ കൂട്ടി വരച്ചു കൊടുക്കാം. ഇനി ഈ 3.5 ഇഞ്ചിൻ്റെ അകത്താണ് നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരയ്ക്കാനുള്ള വീതി കിട്ടിയിട്ടുണ്ട് 3.5 ഇഞ്ച് എന്നുള്ളത്. ഇനി ആം ഹോൾ വരയ്ക്കാനുള്ള ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെസ്റ്റ് ബൈ 4 ആണ് എടുക്കേണ്ടത്. ഇപ്പം ഇവിടുത്തെ നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 35 35/4 എന്നുള്ളത് 8.25 ആണ്. 8.25 നിന്നും 1/2 ഇഞ്ച് കുറച്ച് വേണം എടുക്കാനായിട്ട്, അതായത് ആം ഹോളിൻ്റെ ലെങ്ത്ത്. ഇത് തന്നെ സാരി ബ്ലൗസിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഈ 1/2 ഇഞ്ചിന് പകരം 1 ഇഞ്ചാണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കുർത്തിക്ക് 1/2 ഇഞ്ചും ബ്ലൗസിന് 1 ഇഞ്ചും എന്നത് സ്റ്റാൻഡേർഡ് അളവാണ് എല്ലാവർക്കും. ചെസ്റ്റ് ബൈ 4 എന്നുള്ളത് എന്ത് ആൻസറാണോ കിട്ടുന്നത് അവിടെ നിന്ന് 1/2 ഇഞ്ച് കുർത്തിക്കും 1 ഇഞ്ച് ബ്ലൗസിന് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് നമ്മുടെ സ്ലീവിൻ്റെ കോർണറിൽ ടച്ച് ചെയ്തിട്ട് 8.25 എന്നുള്ളത് എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അവിടെ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് നമ്മൾ വരയ്ക്കാനുള്ള ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട് നമുക്ക് കിട്ടിയേക്കണ വീതി 3.5 ഇഞ്ചും ലെങ്ത്ത് 8.25 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് മസ്റ്റായിട്ട് എല്ലാവർക്കും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി മുകളിൽ മാർക്ക് ചെയ്ത് കൊടുത്ത 1.25 ഇഞ്ചും താഴെ മാർക്ക് ചെയ്ത് കൊടുത്ത 8.25 ഇഞ്ചിൻ്റെ പോയിൻറ്റും ഈ 2 പോയിൻറ്റും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരച്ചെടുക്കണം. ഈ ലൈനിലാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ലൈൻ എനിക്ക് 7 ഇഞ്ചിൻ്റെ നീളമുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 3.5 ഇഞ്ചിന് മുകളിലോട്ടുള്ള ലൈനിൻ്റെയും 3.5 ഇഞ്ചിന് താഴ്വശത്തുള്ള ലൈനിൻ്റെയും മിഡ് പോയിൻറ്റും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ആ ലൈനിൻ്റെ ഔട്ടറിലോട്ട് 1/2 ഇഞ്ച് നീക്കി ഒരു മാർക്കും ആ സ്ലീവിൻ്റെ ഇന്നറിലോട്ട് നീക്കി താഴ് പോർഷനിൽ ഒരു മാർക്കുമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സ്ലീവിൽ നമ്മളൊരു S ഷേപ്പ് വരച്ചെടുക്കുമല്ലോ, അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ആ പോർഷനിൽ നിന്ന് നമ്മൾ ഔട്ടറിലോട്ട് ഒരു പോയിൻ്റ് 1/2 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. ആ പോയിന്റിൽ ടച്ച് ചെയ്യണം. എന്നിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ആ സെൻറ്റർ പോയിന്റിൽ ടച്ച് ചെയ്യണം. എന്നിട്ട് ഈ ലൈനിൻ്റെ അകത്തെ വശത്താണ് അതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത പൊസിഷനിൽ കൂടെ നമ്മൾ വരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ലൈനായിട്ടാണ് വരച്ചേക്കുന്നത്. നമ്മൾ സ്ലീവായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ഒരു ടേണിങ്, ഒരു ഷേപ്പിൽ വേണം, ഒരു എസ് ഷേപ്പിൽ വേണം ഇത് വരച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിലൂടെ ഒരു എസ് ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആ എസ്സിന് താഴെയുള്ളത് തയ്യൽ തുമ്പാണ്. ഇനി ഇതേപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടിക്കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് 1/2 ഇഞ്ച് നീക്കി ഞാൻ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത എസ് ഷേപ്പ് വരയ്ക്കുന്നത് നമ്മൾ ഈ രണ്ടാമത് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ പോയിന്റിൽ നിന്നുമാണ് എസ് ഷേപ്പ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യമേ വരച്ച എസ് ഷേപ്പ് നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പാണ്. രണ്ടാമത് ഇപ്പം 1/2 ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി നമ്മൾ വരയ്ക്കുന്ന എസ് ഷേപ്പ് ഫ്രണ്ട് പോർഷനിൽ സ്ലീവിൽ നമ്മൾ കുഴിച്ച് വെട്ടിയെടുക്കാനായിട്ടാണ്. ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ പോർഷനിലുള്ള മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ എത്രയാണോ ലെങ്ത് എടുത്തത് അവിടെയുള്ള കയ്യിൻ്റെ ചുറ്റളവ് എടുക്കണം. എന്നിട്ട് അതേ ബൈ 2, എനിക്ക് 11 ഇഞ്ചാണ് കയ്യിൻ്റെ ചുറ്റളവ് കിട്ടിയത്. അപ്പോൾ എനിക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത് 5.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ചും 6.5 ഇഞ്ചും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള പോർഷനാണ്. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ റെഡിയളവിൻ്റെ പോയിൻറ്റും സ്ലീവിൻ്റെ എഡ്ജിലുള്ള റെഡിയളവിൻ്റെ പോയിൻറ്റും കൂടെ കൂട്ടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ അതേ പോർഷനിലുള്ള തയ്യൽ തുമ്പുകൾ തമ്മിലാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ സ്ലീവിൻ്റെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്ത 1.5 ഇഞ്ചിൽ നിന്ന് ആ എസ് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കുന്നത്. ഇനി ഇതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം ജസ്റ്റ് മുകളിലോട്ടാക്കിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പോർഷൻ വെട്ടി മാറ്റുക. ഇതുപോലെ കൈക്കുഴി വെട്ടാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യമേ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അതിൻ്റെയും താഴെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പോർഷൻ്റെയും മിഡിലായിരിക്കണം, ഇതിൻ്റെ ഇടയ്ക്കായിരിക്കണം നമ്മൾ കൈക്കുഴി ഇതുപോലെ കുഴിച്ച് വെട്ടുന്നത്. ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്തിടുക. താങ്ക്